ഏറ്റവും സ്നേഹമുള്ള മരിയൻ ഭക്തരെ, ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ലൂർദ് മാതാവ് സൗഖ്യദായിക അമ്മയാണ്, ആരോഗ്യനാഥയാണ്. ആ അമ്മയുടെ പെരുന്നാളാണ് ഫെബ്രുവരി മാസം 11-ാം തീയതി ലോകം മുഴുവനും ആചരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരു യുവകന്യകയായ ബെർണദീത്തായ്ക്ക് 1858 ഫെബ്രുവരി മാസം 11-ാം തീയതി പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് 18 പ്രാവശ്യത്തോളം മാതാവിൻ്റെ പ്രത്യക്ഷങ്ങൾ ഉണ്ടായി. ഇന്ന് ലോകം മുഴുവനും ലൂർദ് മാതാവിൻ്റെ തിരുനാളും മാധ്യസ്ഥവും പ്രാർത്ഥനയും ആയിരം ജപമാലകളും അർപ്പിക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, നവീകരണത്തിനു വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി. ഈശോയുടെ സ്വർഗാരോപണത്തിനു ശേഷമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് 3 വലിയ കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് കാനായിലെ കല്യാണ വിരുന്ന്. ഒരു കുടുംബത്തിൽ മാതാവ് ഇടപെടുകയാണ്. ഒരു കുടുംബത്തിന്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിലേക്ക് അമ്മ കടന്നു വരുന്നു. ഈ കാലഘട്ടത്തില് കുടുംബത്തിന്റെ വലിയൊരു പ്രശ്നമാണ് രോഗം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ആരെല്ലാം അമ്മയുടെ തൃച്ചേവടികളിൽ അണഞ്ഞിട്ടുണ്ടോ, അമ്മ അവരെയെല്ലാം സൗഖ്യപ്പെടുത്തിയ അനുഭവമാണ് കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CMI നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെന്ററിൽ സേവനം ചെയ്യുമ്പോൾ രോഗികളെ അവിടെ കൊണ്ടുവരും. ഞാൻ ഒരു കാര്യം മാത്രമേ അവിടെ ചെയ്യാറുള്ളൂ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ആ മക്കളെയൊക്കെ കൊടുക്കും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം പറയട്ടെ. പൂയംകുട്ടിയിൽ നിന്ന് ശക്തമായ ആസ്മയും വലുവും ബാധിച്ച് ഒരു സഹോദരി കടന്നു വരികയാണ്. അസ്താലി സ്പ്രേ എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്, മരുന്നുകളുമായിട്ടാണ് എല്ലാം വന്നത്. ഞാൻ ആ മകളോട് പറഞ്ഞു, മോളെ, നമ്മൾ മാതാവിന്റെ മുമ്പിലേക്ക്, പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് നീ കൊണ്ടുവന്നിരിക്കുന്ന മരുന്നുകളെല്ലാം കൊടുക്കുക. നിന്റെ കുടുംബകാര്യത്തിലേക്ക് മാതാവ് ഇടപെട്ടുകൊണ്ട് നിനക്ക് സൗഖ്യം നൽകുന്നു. 5 ദിവസത്തെ ധ്യാനത്തിന്റെ ദിവസങ്ങളില് ഒരു ദിവസം പോലും അവൾ അസ്താലിൻ എടുക്കുക ചെയ്തിട്ടില്ല. രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് ഞാൻ ആ മകളോട് പറഞ്ഞു. പോകുന്ന അവസരത്തില് അവൾ അസ്താലിൻ സ്പ്രേ എല്ലാം എടുത്തുകൊണ്ടാണ് പോയത്. പിന്നീട് അവൾക്ക് ആ രോഗം വന്നിട്ടില്ല. ഇതുപോലെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം കൂടി പറയാം. അമ്മയുടെ തിരുമുമ്പിൽ നിങ്ങൾ കൊടുക്കുന്നത് അമ്മ കാണും, അമ്മ അത് സ്വീകരിക്കും, നിങ്ങൾക്ക് സൗഖ്യം നൽകും. തൊടുപുഴയിൽ നിന്ന് ഒരു സഹോദരി വരികയാണ്. ആ സഹോദരിയുടെ വിരലുകളെല്ലാം ഇങ്ങനെ സന്ധിവാതം വന്നിട്ട് ചുരുണ്ടുകൂടി പോയിരിക്കുകയാണ്. വിരലുകളൊന്നും നിവരുകയില്ല. കുറേയധികം കഷായങ്ങളും മരുന്നുകളുമായിട്ട് അവൾ വന്നു. ഞാൻ ആ അമ്മയോട് പറഞ്ഞത്, സഹോദരി, നിന്റെ ഈ രോഗങ്ങള് അമ്മയുടെ തൃച്ചേവടിയിലേക്ക് കൊടുക്കുക, ആ കാൽപാദങ്ങളിലേക്ക് കൊടുക്കുക, ആ മരുന്നെല്ലാം അമ്മയുടെ മുമ്പിൽ വയ്ക്കുക. പ്രാർത്ഥനയുടെ അവസരത്തില്, ജപമാലയുടെ അവസരത്തില്, 5 ദിവസത്തെ ധ്യാനത്തിന്റെ അവസരത്തില് അവിടെ ചുരുണ്ടുകൂടിയിരുന്ന വിരലുകളെല്ലാം നിവർന്ന സന്തോഷത്തോടെയാണ് അവൾ പോയത്. ഇത് 1-2 സംഭവങ്ങൾ മാത്രമല്ല. രോഗമായിട്ട് വരുന്ന പല മക്കളെയും
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ചു. ലൂർദ് മാതാവ് എപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമല ഹൃദയത്തിന് നിന്റെ കുടുംബത്തെയും മക്കളെയും സമർപ്പിക്കുക. അമ്മയുടെ മാധ്യസ്ഥയെ സമർപ്പിക്കുന്ന ഒരു കാര്യവും നടക്കാതെ വരികയില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു കുടുംബ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടതുപോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് മാതാവ് ഇടപെടും. മാതാവിന്റെ ആയിരം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള രോഗസൗഖ്യങ്ങളും ധ്യാന ശുശ്രൂഷകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാമത് മാതാവിനെ നമ്മൾ കാണുന്നത് ബന്ധത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ്. എലീശുവാമ്മ. എലീശുവാമ്മയുടെ ജീവിതത്തിൽ മാതാവ് ഇടപെടുവാനുണ്ടായ കാരണം നമുക്കറിയാം. പ്രായം ചെന്ന എലിസബത്ത് ഗർഭിണിയായെന്ന് വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ മലകൾ താണ്ടി അമ്മ അവിടെ എത്തിച്ചേരുകയാണ്. നമ്മൾ ഏത് മലയുടെ ഉള്ളിൽ പോയി താമസിച്ചാലും അമ്മയുടെ ഭക്തരാണെങ്കിൽ, ജപമാല നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ, ജപമാല ചൊല്ലുന്നവരാണെങ്കിൽ, അമ്മയുടെ ഭക്തരാണെങ്കിൽ, പ്രിയമുള്ളവരെ, അമ്മ നിങ്ങളെ രക്ഷിക്കും. തീർച്ചയാണ്, അമ്മയോട് ഭക്തിയുള്ള ആരെയും ഉപേക്ഷിക്കുന്നില്ല. എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് മാതാവ് കടന്നു വന്നതുപോലെ അമ്മ കടന്നു വരികയാണ്. ഈ കടന്നു വരുന്ന അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് പാപത്തിൻ്റെതായ വഴികളിൽ നിന്നെല്ലാം മാറണമെന്നാണ്. പാപത്തിൻ്റെതായ ചിന്തകൾ മാറ്റണമെന്നാണ്. പാപം തരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിക്കണമെന്നാണ്. പെനൻസ് ആണ് മാതാവ് ലൂർദിൽ പ്രത്യേകിച്ച് പറയുന്നത്, ഫാത്തിമയിൽ പറയുന്നത്, മെഡ്ജുഗോറിയയിൽ പറയുന്നത്. മെഡ്ജുഗോറിയയില് സെപ്റ്റംബർ 1 മുതൽ 10 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മാതാവിന്റെ പ്രത്യക്ഷം നടക്കുമ്പോൾ ഞാൻ അവിടെയുണ്ട്. അവിടെ മാതാവ് പറയുന്നത്, ക്ഷമിക്കുന്നവരാവുക, പ്രാർത്ഥിക്കുന്നവരാവുക, ശാലമുള്ളവരാവുക, അനുദപിക്കുന്നവരാവുക, വിശ്വാസമുള്ളവരാവുക. ഈ കാര്യങ്ങൾ ഓരോ പ്രത്യക്ഷീകരണത്തിലും മാതാവ് പറയുന്നത്. ഇവിടെ ലൂർദിൽ മാതാവ് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരാവുക. പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരാവുക. ജപമാല ഒരു പ്രാർത്ഥനയാണ്. കുർബാന കാണുന്നത് ഒരു വലിയ പ്രാർത്ഥനയാണ്. ചെറിയ സുഹൃതങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ്. എന്നെ കാണുവാനായിട്ടൊരു കുടുംബം വന്നു. ആ കുടുംബത്തോടെ ആവശ്യത്തിന് രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ അവരോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് 6-ാം സങ്കീർത്തനം നിങ്ങൾ ചൊല്ലുക. ഓരോ ജപമാല ചൊല്ലിക്കഴിയുമ്പോഴും ഈ 6-ാം സങ്കീർത്തനം ചൊല്ലണം. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, എത്ര നാൾ എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. മാതാവിന് ഈ സങ്കീർത്തനങ്ങളെല്ലാം അമ്മയുടെ ഹൃദയസ്ഥമായിരുന്നു. കാരണം ഈ സങ്കീർത്തനങ്ങളൊക്കെ അമ്മയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ദാവീദ് രാജാവിന്റെ സങ്കീർത്തനങ്ങളാണ് പലതും. അപ്പൊ അമ്മയോടുകൂടെ ആയിരിക്കുക, പ്രാർത്ഥിക്കുന്നവരാവുക, ജപമാല ചൊല്ലുന്നവരാവുക, വചനം വായിക്കുന്നവരാവുക. ഞാൻ ഈ അടുത്ത നാളുകളില് ബൈബിൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആളുകൾക്ക് അയച്ചു കൊടുക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുകയാണ്. എത്രയോ മക്കളാണ് ഈ ദൈവവചനവും പ്രാർത്ഥനയും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. അമ്മ വചനം സ്വീകരിച്ചു. ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ
മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞാണ് വരുന്നത്. ഈ അവസരത്തില് കൃപ നിറഞ്ഞവളെ എന്ന് പറയുക, നിന്നെ ദൈവപുത്രന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കുന്നത് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആത്മാവിന്റെ പ്രവർത്തനം ഏറ്റവും അടുത്ത് അനുഭവിച്ചതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. ആ അമ്മയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ രോഗസൗഖ്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഗാഗുൽത്താ മലയിലാണ്. തന്റെ ശരീരമായ, തന്റെ രക്തമായ, തന്റെ അമ്മപ്പാൽ കുടിച്ച ആ യേശു ഒരു കള്ളനെ പോലെ, കൊലപാതകിയെ പോലെ ആ ഗാഗുൽത്തയുടെ വിരിമാറില് മരണപ്പെടുമ്പോൾ അമ്മ അവിടെ നിൽപ്പുണ്ട്. മരിക്കുന്നതിന് മുമ്പ് യേശു ഇടപെടുകയാണ്. ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിന് മുമ്പ് ദൈവം ഇടപെട്ട ചരിത്രങ്ങള് എനിക്ക് പറയുവാൻ കഴിയും. ഈ ദിവസങ്ങളില് വാഴത്തോപ്പില് ഒരു ശവഅടക്കിന് പോയി. മാത്യു ചേട്ടൻ്റെതാണ്. മാത്യു ചേട്ടൻ എലിപ്പനി പിടിച്ചു കിടക്കുകയാ. ഞാൻ പറഞ്ഞു, അമ്മ ചൊല്ലിയിരുന്നതാണ് പഴയ നിയമങ്ങളൊക്കെ. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം നിങ്ങൾ എടുത്ത് 250 പ്രാവശ്യം ചൊല്ലുക. ഇത് മാതാവ് പറഞ്ഞിരിക്കുന്നതാ, മെഡ്ജുഗോറിയയിൽ പറഞ്ഞിരിക്കുന്നതാ. എല്ലാ മാസവും 25-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 11:10. വചനം ഇതാണ്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. അങ്ങയിലാണ് എന്റെ പ്രത്യാശ. മറിയത്തോട് കൂടെ ഇരുന്ന് മറിയത്തിന്റെ സന്നിധിയില് ജപമാല പിടിച്ച് ജെർമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം ഈ മാത്യു ചേട്ടന്റെ വീട്ടുകാരും എല്ലാവരും ചൊല്ലുവാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 89-ാമത്തെ വയസ്സിൽ മാത്യു ചേട്ടൻ മരിച്ചു. വലിയ സൗഖ്യം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്, ലൂർദ് മാതാവാണ്. ലിസി ഹോസ്പിറ്റലിൽ വെച്ചാണ് മാതാവിന്റെ ഇടപെടൽ നടന്നത്. അദ്ദേഹത്തിന് ആ രോഗം മാറ്റിയെന്ന് മാത്രമല്ല, തുടർന്ന് 14 കൊല്ലത്തോളം ജീവിക്കാൻ ദൈവം ഇടവരുത്തുകയും ചെയ്തു. അമ്മയുടെ മാധ്യസ്ഥയിൽ നടക്കുന്ന എല്ലാ രോഗശാന്തികളിലും ഞാൻ കണ്ടിരിക്കുന്നത്, അനുഭവിച്ചിരിക്കുന്നത്, മാതാവ് ഒരു 14 വർഷം 20 വർഷം ആയുസ് വീണ്ടും നീട്ടിക്കൊടുക്കുന്നതായിട്ടാണ്. ഗാഗുൽത്താ മലയിലെ ആ തിരുശരീരം, യേശുവിന്റെ ശരീരം അമ്മ കാണുന്നുണ്ട്. താൻ അമ്മപ്പാൽ കൊടുത്ത ആ ശരീരം മുഴുവനും വീണ്ടുകീറി തലയിൽ നിന്നെല്ലാം രക്തമൊലിച്ച് കട്ട പിടിച്ച് കിടക്കുമ്പോൾ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. യേശു അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ അമ്മയോടൊപ്പം ഇരുന്ന് വചനം പഠിക്കുകയും വചനം പങ്കുവെക്കുകയും വചനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് മാതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മയുടെ സന്നദ്ധിയിലേക്ക് ചെല്ലണം, അമ്മയുടെ അരികിലേക്ക് ചെല്ലണം, അമ്മയുടെ രൂപത്തിന്റെ അരികിലേക്ക് ചെല്ലണം, ജപമാല പിടിച്ച് ജപമാല ചൊല്ലണം. സൗഖ്യദായികയായ അമ്മ, നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് അമ്മയാണ്. ഞാനൊക്കെ മരണത്തിന്റെ വലിയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. ആ അവസരത്തിൽ അമ്മയുടെ ഇടപെടലാണ്, ലോകം മുഴുവനുമുള്ള പ്രാർത്ഥനയാണ്, ജപമാലയാണ് ഇന്ന് നിങ്ങളോട് ഈ വചനം പറയുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നത്. വൈദികർക്കും മെത്രാന്മാർക്കും ധ്യാനം നടത്താൻ ഗോഹാട്ടി സൈഡിൽ പോയതാണ്, ആസാമില്. അവിടെ വെച്ച് രോഗം ബാധിച്ച് സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ എൻ്റെ അമ്മയാണ്, ഈ ജപമാലയാണ്
ലൂർദ് മാതാവാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. മാതാവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തേത്, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള തിന്മകളില് ഈ ലോകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചനയും മോശമായ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പണ്ടത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ മാനസാന്തരത്തിനായി, പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക എന്നാണ് മാതാവ് പറയുന്നത്. 2, മാതാവിന്റെ അനുഭവം എന്നത് പറയുന്നത് നിലയ്ക്കാത്ത പ്രവാഹമാണ്. ഫെബ്രുവരി 11 ബെർണഡിത്തായ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു കുഞ്ഞ് അരുവി ഉണ്ടായിട്ടുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങള്, കോടികളായ ജനങ്ങള് ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. അതൊരു പ്രവാഹമാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. 167 വർഷമായിട്ട് നിലയ്ക്കാത്ത പ്രവാഹം. ആ പ്രവാഹത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ലൂർദ് മാതാവിന്റെ ഒരു ചെറിയ സ്റ്റാച്യു, ഒരു രൂപവും പിടിച്ചുകൊണ്ട് വരാറില്ലേ? അവിടെ സന്ദർശിച്ചിട്ടുള്ളവര്, നിലയ്ക്കാത്ത പ്രവാഹം. വെള്ളം മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല, അമ്മയുടെ മാധ്യസ്ഥം നിലയ്ക്കാത്ത ഒരു പ്രവാഹമായിട്ട് ഈ അവസരത്തില് നട്ടല് സംബന്ധമായ രോഗികളുടെ ആ നട്ടലിലേക്ക് അമ്മ കടന്നു വന്ന് അവരെ സ്പർശിക്കുന്നു. ഫെബ്രുവരി 11 പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടും. നിലയ്ക്കാത്ത പ്രവാഹമായിട്ട് ആ ലൂർദിലെ ജലം പോലെ കർത്താവിന്റെ അരുവി നിങ്ങളിലേക്ക് കടന്നു വരും. അമ്മ മാധ്യസ്ഥം വഹിക്കും. 3, മാതാവ് എപ്പോഴും ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം നമ്മൾ കേൾക്കും. അതാണ് മാതാവിന്റെ 3ാമത്തെ സന്ദേശം. 4ാമത്തെ സന്ദേശം, മെറ്റനോയ ആൻഡ് ഹോളിനെസ്. ലൂർദ് മാതാവ് പറയുന്നത് മെറ്റനോയ. തന്റെ തിരുക്കുമാരൻ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് 14-15 വചനങ്ങളിൽ പറയുന്നു, The kingdom of God is at hand and repent and believe. മാനസാന്തരം വരിക. A total change we have to make in our life. A total change we have to make in our family. We have to make a total change in our community. അതാണ് മാതാവ് പറയുന്നത്. ആ ചേഞ്ച് വരുമ്പോൾ നമ്മളിലേക്ക് ഹോളിനെസ്, വിശുദ്ധി കടന്നു വരും. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അമ്മയുടെ ആ തൂവെള്ള വസ്ത്രം പോലെ നമ്മെ ഓരോരുത്തരെയും തൂവെള്ളയാക്കി മാറ്റുക. മാതാവിന്റെ നീല അങ്കി പോലെ ആ അങ്കിയിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുക. 5ാമത്തേത്, ഹീലിംഗ് പവർ ഓഫ് ബ്ലസ്സഡ് വെർജിൻ മേരി. അമ്മയുടെ മാധ്യസ്ഥ ശക്തിയില് ആയിരങ്ങള് 10,000 സൗഖ്യപ്പെട്ടത് എനിക്കറിയാം. എന്നെ കാണാൻ വന്ന ഒരു ടീച്ചർ, നാവിൽ ക്യാൻസറാണ്. അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ലൂർദ് മാതാവിന്റെ മുമ്പില് ക്യാൻസറിന്റെ സെക്കൻഡറി സ്റ്റേജ് ആണ്. അമ്മയുടെ തിരുമുമ്പിലേക്ക്, കച്ചയിലേക്ക്, അമ്മയുടെ തൃപ്പാദങ്ങളിലേക്ക്, കൂപ്പിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക്, നീല ബെൽറ്റിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും, ഒരു പുരോഹിതനും ഒരു അധ്യാപികയും, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഇടപെട്ടു. പ്രിയമുള്ളവരെ, നിങ്ങൾ ജപമാല ചൊല്ലിയതിന് ശേഷം കുടുംബാംഗങ്ങള് രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബന്ധുക്കളായിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്പനേരം ഒന്ന് ഹല്ലേലൂയ 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 ആവേ മരിയ ആവേ മരിയ ആവേ മരിയ എന്നൊന്ന് സ്തുതിച്ചു നോക്കിക്കേ. അവിടെ അടയാളങ്ങൾ നടക്കും, അവിടെ അത്ഭുതങ്ങൾ നടക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നടത്തിയ അത്ഭുതങ്ങൾ ഇന്നും മാതാവിന്റെ മാധ്യസ്ഥതയില് നടക്കും.
ലൂർദ് മാതാവിൻ്റെ പെരുന്നാളാണ്, ആരോഗ്യമാതാവിൻ്റെ പെരുന്നാളാണ്, സൗഖ്യദായികയുടെ പെരുന്നാളാണ്. ആ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായ അനുഗ്രഹങ്ങളും മാധ്യസ്ഥ ശക്തികളും നൽകണമേ. പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തില് നട്ടല് സംബന്ധമായ രോഗങ്ങളിലേക്ക് അമ്മയുടെ ആ ജലപ്രവാഹം, ലൂർദിലെ ജലപ്രവാഹം നടക്കുന്നതിന് നന്ദി പറയുന്നു. ആവേ മരിയ, ആവേ മരിയ. നട്ടല് വേദനയുള്ളവരെ അമ്മയുടെ മാധ്യസ്ഥയെ സുഖപ്പെടുത്തണമേ. അമ്മേ മാതാവേ, രോഗികളായി കഴിയുന്ന ഓരോ മക്കൾക്കും ആശ്വാസം കൊടുക്കണമേ. കൊച്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു അമ്മേ. ഈ ദിവസം എന്റെ മുമ്പിൽ വന്ന കൈക്കുഞ്ഞിന് ശക്തമായ ത്വക്കു രോഗമാണല്ലോ. അമ്മയുടെ മാധ്യസ്ഥതയില് ആ കുഞ്ഞിന് സൗഖ്യം നൽകണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ലൂർദ് മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു. സ്നേഹപൂർവ്വം സണ്ണി പുൽപ്പറമ്പിൽ. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.